ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അഥവാ നമ്മുടെ ആലപ്പുഴയിലെ മാവേലിക്കരയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ബൈക്ക് വഴി ഏകദേശം ഒരു 4-5-6 മണിക്കൂറുള്ള യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് റോഡിലൊന്ന് വണ്ടി നിർത്തിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് രസകരമുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും. അതുമാത്രമല്ല വണ്ടിയിൽ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ചെറുതായിട്ട് കാണിച്ചോളൂ. നാട്ടിൽ പോയിട്ട് എന്തായാലും ഷോറൂമിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ദൂരം വന്ന ഹൈവേയിൽ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് മാത്രം നല്ല പ്രോപ്പറായിട്ട് ഒരു ഹൈവേയും വൃത്തിയായിട്ടുള്ള റോഡും കാണുന്നത്. ഞാൻ ഏകദേശം മാവേലിക്കര എന്നൊരു 4 മണിക്ക് ഇറങ്ങിയതാണ്. മാവേലിക്കര മുതൽ ഏകദേശം ഈ ഒരു ഹൈവേ വരെ കുറച്ചധികം റോഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഏകദേശം പോകാനുള്ളത് ഒരു 190 കിലോമീറ്ററോളം പോകാനുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എന്താ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം, അതിനെപ്പറ്റി പറയാം എന്താ റീസൺ. കുറച്ച് നാൾ ഞാൻ ഫ്യൂവൽ കുറച്ച് കമ്മിയായി വെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, ചെറിയൊരു ചാട്ടം വണ്ടിക്ക് ഒരു ചെറിയൊരു കുത്തല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വണ്ടി എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് കുറച്ച് സേഫായിട്ട് റൈഡ് ചെയ്യണമെന്നത് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാനിപ്പോൾ എങ്ങനെ മെല്ലെ പോകാറുള്ളൂ. എൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്ന ഒരു മാക്സിമം ഒരു 70, 68-70 കൂടുതൽ മാക്സിമം 60-65 ആണ് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നല്ല റോഡാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് ഒരുപാട് ഓടിക്കേണ്ട ഒരുപാട് കേസുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ഞാനെപ്പോഴും സ്പീഡ് കുറവ് തന്നെയാണ് കേട്ടോ എങ്ങനെ പോയാലും. ഗൈസ് അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണി സമയം എറണാകുളം കുമ്പളം എത്തിയിട്ടുണ്ട് വണ്ടിയിൽ വന്നിട്ട്. അപ്പോൾ തിരിച്ച് ഞാൻ ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതിനെ എടുത്തില്ല, ഒരു മൂഡിലായിരുന്നില്ല. കുമ്പളത്തിൻ്റെ അവിടുത്തെ മറ്റൊരു ബ്രിഡ്ജ് അത് യൂസ് ചെയ്യുന്നതാണോ എനിക്കറിയില്ല. റെയിൽവേ ട്രാക്കാണോ? റെയിൽവേ ട്രാക്കാണ് കേട്ടോ, സോറി, അത് റെയിൽവേ ട്രാക്കാണ്. ഐ തിങ്ക് എറണാകുളം പോണ വണ്ടിയിൽ ആ വഴിയാണ് പോകത്തു, അങ്ങനെ പോകും കേട്ടാ. ക്ഷീണിച്ചു പറഞ്ഞാൽ ക്ഷീണിച്ചു. 4 മണിക്ക് ഇറങ്ങിയത്, 4 മണിക്ക്. എനിക്ക് റൈഡ് ഏത് സമയത്ത് കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, കാരണം കേട്ടി ഭയങ്കര ആഗ്രഹമാണ്. ബൈക്കും കൊണ്ട് പോകാൻ ആരാ ആഗ്രഹിക്കാത്ത ആൾക്കാർ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാവും. ഇനി ഓരോരോ റൈഡ് പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ബെസ്റ്റ് റൂട്ടുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇന്ന വഴി കൂടെ പോയാൽ അടിപൊളിയായിരിക്കും, ഇന്ന റോഡ് എക്സ്പീരിയൻസ് സൂപ്പറായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. എനിക്കത്ര വേണമെങ്കിൽ ഓടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സ്പീക്കറില്ല, അതുകൊണ്ടാണ് വോയിസ് കുറവ്. വെള്ളം നോക്കിയാൽ വളരെ സൈലൻ്റ് ആട്ടോ വെള്ളം. ഇതിലൊക്കെ മീൻ ചൂണ്ടിട്ട് കിട്ടുന്നുണ്ടോ എന്തായാലും. ഓരോ ചേട്ടന്മാരും നടക്കാൻ ഇറങ്ങുന്നുണ്ട്, കുറേ വണ്ടികൾ പോകുന്നുണ്ട്. എൻ്റെ നമ്മളൊരു 10-10:30 നമ്മളേക്ക് എത്തുമെന്ന് വിചാരിക്കും. ഇനി ഒരു 2 മണിക്കൂർ 25 മിനിറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ അത് ട്രാവൽ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ചോദിച്ചു. മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, ഇവിടെ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് പറയുമ്പോൾ മൂത്രമൊഴിക്കാൻ ചോദിച്ചു. കുറേ പേര് സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ് കുമ്പളം ബ്രിഡ്ജ്. ഇത് ഫുൾ ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ആലപ്പുഴ കഴിഞ്ഞ് എറണാകുളം എത്തിഞ്ഞ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പിന്നെ പാലക്കാട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ തോന്നി. ഐ മീൻ വണ്ടി ഒരു ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഓക്കെ ചെയ്ത് തോന്നുന്നു. വണ്ടി ഐ തിങ്ക് ഹോട്ട് ആവാത്തതുകൊണ്ടായിരിക്കും, എഞ്ചിനൊന്നും ചൂടാവാത്ത ഇഷ്യൂ കൊണ്ടാവാം. മേ ബി ഇപ്പോൾ ചൂടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ്. പിന്നെ അന്ന് കുറച്ച് ദിവസം ഫ്യൂവൽ ഇല്ലാതെ ഞാൻ കുറേ ഓടി. ഐ മീൻ ഫ്യൂവൽ കുറവായിട്ട് ഓടി. അതിൻ്റെ ആണോന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരു ലിറ്റിൽ ബ്രേക്ക് എടുത്ത ശേഷം പിന്നെയും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ഇപ്പം നമ്മളുള്ള എറണാകുളം ടു തൃശ്ശൂർ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കണം. ഒരു അടിപൊളി ഹൈവേ എന്ന് തന്നെ പറയും. ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ തന്നെ എന്ത് സുഖമാണെന്നറിയോ. 2 വരി പാതയുണ്ട്. നല്ല രസമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് കേട്ടോ. വണ്ടികളും തൽക്കാലം ഇത്രയും നാളത്തെ ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട്. എത്ര നാളും വന്നതും പോയതും എങ്ങനെയെന്ന് പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഓക്കെയാണ്, റോഡിൽ ഭയങ്കര അടിപൊളി തന്നെയാണ്. പക്ഷെ ഞാൻ മാവേലിക്കരയിൽ നിന്ന് ഏകദേശം ഒരു 10-20-25 കിലോമീറ്ററോളം വന്നപ്പോൾ റോഡ് വളരെ മോശമായിരുന്നു ഹൈവേ. പക്ഷേ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ എത്രയോ ബെറ്ററാണ് കേട്ടോ, എത്രയോ ബെറ്ററാണ്, ഒരുപാട് ബെറ്ററാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഹൈവേയിൽ പോകുമ്പോൾ എപ്പോഴും ഇടയ്ക്ക് ഒരു ചാട്ടം വരും വണ്ടി. സംഭവം വേറൊന്നുമല്ല, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അടിയിൽ കേബിൾ ഇട്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. കേബിളിന് വേണ്ടിയിട്ട് പൊളിച്ചിരിക്കുകയാണ്. പക്ഷേ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു ഇതിൽ കേട്ടോ, പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് നല്ല മഞ്ഞ് കാണുന്നുണ്ട്. ക്യാമറ വ്യൂവിൽ എത്ര ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ ഹെൽമെറ്റ് മൗണ്ടുമില്ല, ചെസ്റ്റ് മൗണ്ടുമില്ല, കയ്യിൽ മാത്രമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും എനിക്ക് മെസ്സേജ്. ഉറക്കം വരുന്നില്ല, ഉറക്കമൊക്കെ പോയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കണേ ചാലക്കുടിയില്ല കേട്ടോ. നമ്മുടെ ഒരു ശരവണഭവൻ കട കാണുന്നുണ്ട്. ഫുഡ് കഴിക്കണമെന്നുണ്ട്, എന്തായാലും കഴിക്കണം. എവിടെന്നെങ്കിലും ഇവിടെ അവിടെ ഒരു ഹോട്ടൽ സ്വാമി വൈവൻ പ്യുവർ വെജ് ഉണ്ട്, ഇവിടെയും പ്യുവർ വെജ് ഉണ്ട്. എന്തായാലും തൽക്കാലം ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം. ഓക്കെ, സെറ്റാണ്. നമ്മുടെ വണ്ടിയിലേ ഈ ഫോഗ് ലൈറ്റിൻ്റെ ഇവിടെ ഉള്ളതില്ലേ, ഇതിലെ മഞ്ഞ കളർ പോയി, ഇതിലെ മഞ്ഞ പോയി, ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. ഫുള്ള് നോക്ക്, ആലപ്പുഴ ഹൈവേ കൂടെ വന്ന അവസ്ഥയാണിത്. ഇമാരാണ് ഫ്രണ്ടിൽ കയറിക്കുന്നത് ചളി, കഷ്ടം തന്നെ.
കേസ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ടോളായ നമ്മുടെ കേരളത്തിലെ പാലിയേക്കര ടോളിലാട്ടോ. ഇതാണ് നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി. ഈ ഇടയ്ക്ക് എന്തൊക്കെയോ കേസ് ഉണ്ടായി, പിടിച്ചു വെച്ചു കുറച്ചെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാര്യം പിന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ആ പാലിയേക്കര ടോള്. ഏതൊരു വ്യക്തിക്കും കംപ്ലൈൻറ്റ് പറയാനുള്ള ഏറ്റവും വലിയ ഒരു വഴി റൂട്ടും അതാണ്, ഈ ഒരു ടോളുമാണ്. പണ്ട് കാര്യമില്ല, കഷ്ടകാലമേ കോണകവാലുഹു എന്നറിയില്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ പാലിയേക്കരയൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മൾ നമ്മുടെ ഹൈവേയിൽ കയറി. ഫുൾ ഹൈവേ ആണ് കേട്ടോ ഏകദേശം. അതുകൊണ്ട് ഈ ഹൈവേ ത്രൂ ഓടിക്കാനും ഭയങ്കര നൈസാണ്. എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത് ഡ്രൈവിങ് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. എൻ്റെ അനിയന് കാറാണ് താല്പര്യം, എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് താല്പര്യം, ബൈക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതലും കാറിനെക്കാട്ടി കൂടുതലും ബൈക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ അടവ് ഇപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ടുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കൊരു പുതിയൊരു വണ്ടി മേടിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത് ഏതൊരു വണ്ടി എടുക്കണം, ലോങ് റൈഡും അതേപോലെ ഒരു സ്പോട്ടിലൊക്കെ കിട്ടുന്ന ഏതൊരു വണ്ടി ആർക്കെങ്കിലും താല്പര്യം റെഫർ ചെയ്യുന്നതിന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ കുതിരാൻ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇതൊരു നമ്മുടെ ടണലാണ്. ടണലല്ല, അതൊരു വാട്ടർ ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. വാട്ടർ അതോറിറ്റീൻ്റെ ഒരു ഇതാണ് കേട്ടോ അത്. പിന്നെ തൃശ്ശൂർ ടു ഈ നമ്മുടെ കുതിരാൻ ടണൽ, അതിനെപ്പറ്റി പറയാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ കേരളത്തിനെ മാറ്റിമറിച്ചൊരു ടണൽ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു അടിപൊളി ക്ലാസിക് എന്ന് പറയാം. ഏകദേശം തൃശ്ശൂർ പാലേക്കാര മുതൽ പിന്നെ നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ കണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രണ്ട് സൈഡും നല്ല വൃത്തിയുള്ള റോഡുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 പതവാറ് ഇങ്ങനെ വേണം. പക്ഷെ ഇത്രയും ദൂരം വന്ന കുറേ തൃശ്ശൂർക്കുണ്ട്. വളരെ മോശമായിരുന്നു റോഡ്, കാരണം വളരെ മോശം. പിന്നെ തൃശ്ശൂർ നമ്മുടെ പാലക്കാട് റീച്ച് ആവും തോറും ഈ രണ്ട് സൈഡിലും വ്യൂസും കാണാൻ ഒരുപാട് ഭംഗിയാണ്. എന്താ വെച്ചാൽ വെസ്റ്റേൺ ഗാട്സിൻ്റെ മലനിരകളും ആ ഒരു പച്ചപ്പും പ്രകൃതി ഭംഗിയും അത് ബൈക്കിൽ പോയാൽ തന്നെ കാണാനും പറ്റുള്ളൂ. കാർ ഒരിക്കലും വ്യൂസ് കിട്ടില്ല കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ ബൈക്കിൽ യാത്രകൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ബൈക്ക് എനിക്ക് എന്നൊരു വികാരമാണ്, അതിനനുസരിച്ച് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യാറുള്ളൂ. കഴിഞ്ഞ തവണ ഞങ്ങൾ ധനുഷ്കോടി പോയായിരുന്നു. ഇനി നമുക്കൊരു ബൈ റോഡ് ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 5-6 ദിവസത്തെ പരിപാടിയായിരിക്കും. മാക്സിമം അത് പോകാനുള്ള താല്പര്യം ഒരുപാടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വരാൻ പറ്റും, പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ ടണലായ കുതിരാനിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. കയറിയപ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ട്. പോരാത്തിന് ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ശരിക്കും വേണമെങ്കിൽ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ചാട്ടം എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. എന്തിനും ഇടയ്ക്കിടയ്ക്ക് ചാട്ടും ഇത്തരത്തിലുള്ളൊരു ഇപ്പോൾ ഹൈവേ പോലെ സ്ട്രൈറ്റ് റോഡ് ആക്കാൻ പറ്റില്ല, ഇനി ആക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താ കാരണം എനിക്കറിയില്ല. പറ്റുമെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, അറിയുന്നവർ കമൻറ്റ് ഇടുക. ഓക്കെ, കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചാണ് നമ്മുടെ ഈ ഒരു ടണൽ. നമ്മുടെ ഹിമാലയത്തും UP-യിലും ഡൽഹിയിലേക്കുള്ള പോലെ അട്ടൽ ടണൽ പോലത്തെ വലിയൊരു ടണൽ തന്നെയാണ് ഇത് കേട്ടോ. നമ്മുടെ ഈ ഒരു കുതിരാമലനെ തുളച്ച് തുരങ്കമാക്കി ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. ഇത് ചെയ്തവരെ സമ്മതിക്കണം. ഇത് ചെയ്തവരാരൊന്നും എനിക്കറിയില്ല. ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഈ ഒരു കാഴ്ചയും വളരെ നൈസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം പോകുന്ന ശബ്ദമില്ലാണ്ട് പോയിക്കോ നോക്കാം കേട്ടോ. അത് ആ പോകുന്ന കപ്പിൾസ് എൻ്റെ കൂടെ കുറേ ദൂരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ അവർ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് ബൈ റോഡ് നമുക്ക് ട്രാവൽ ചെയ്ത് ബൈക്കിൽ പോകാൻ താല്പര്യമുള്ളതാണ് തീർച്ചയായും മെസ്സേജ് ഇടുക. നമുക്ക് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് നമുക്ക് യാത്രയൊക്കെ പോകാം. അതൊക്കെ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഗുഹ വെളിയിലേക്ക് നമ്മൾ ഈ ഒരു ടണൽ ചാടുന്നതോടെ നമ്മളിനി കൽപ്പാത്തി കാഴ്ചകളായിരിക്കും ഗൈസ് കാണാൻ പോകുന്നത്. ഓക്കെ, മാതാപിതാക്കളെയും സുരക്ഷിതമായി
എന്ത് സൂപ്പോ? ഹലോ ഗൈസ്.